നീ കഴിക്കാൻ വന്നില്ലടാ, നീ കഴിക്കാൻ വന്നില്ലടാ. അയാളെന്തിനാ അടിക്കുന്നേ? നീ കഴിക്കാൻ വന്നല്ലേ? എടാ നീ അയാളെ കഴിക്കാൻ വന്നല്ലേ? നീ നീ കഴിക്കാൻ വന്നല്ലേ? വിട്. എടാ നീ കഴിക്കാൻ വന്നല്ലേ? എടാ അയാൾ ചോദിച്ച പൈസ കൊറ. അയാളുടെ സാമാൻ ചുമ്മാ വിൽക്കുന്നേന്നോ? നീ കൊറ. അങ്ങനെ നീ കഴിക്കാൻ പൈസ പൈസ കൊറ. ഈ പയ്യൻ സിഗരറ്റ് മേടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വന്നപ്പം സിഗരറ്റിന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സിഗരറ്റിന് വില കൂടുന്നുണ്ട്. അപ്പോൾ വില കൂടിയത് കാരണം വില ആദ്യമേ പറഞ്ഞതിന് ശേഷം മേടിക്കുക. സ്ഥിരം മേടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല വില കൂടി വരും. അപ്പോൾ അവനോട് വന്നപ്പോഴേ പറഞ്ഞു സിഗരറ്റിന് വില കൂടിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അത് കേട്ടതിന് ശേഷം ഇദ്ദേഹത്തെ തെറി വിളിക്കുകയും ചെയ്തു. കടയിലെ ഓണറെ ചീത്ത വിളിച്ചുകൊണ്ടാണ് അടിയുടെ തുടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അയാൾക്ക് ആവശ്യമുണ്ടെന്നുള്ളത് മേടിച്ചിട്ട് പോകാമെന്നുള്ളത് പറയാനല്ലാതെ ഇയാൾ ഉടനെ തെറിയും വിളിച്ചുകൊണ്ട് മദ്യലഹരിയിലായിരുന്നു തോന്നുന്നു. ഉടനെ എന്നെ അടിക്കാനും മറ്റ് തെറി വിളിച്ചുകൊണ്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത്. കടയിൽ നശിപ്പിക്കുകയും കടയിൽ ഇവിടെ ഇരുന്ന പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് എറിയുകയും എല്ലാം ചെയ്ത് ഇവിടെ കടയിലേക്ക് മണ്ണ് വാരി എറിയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുള്ളി മയിലത്ത് തന്നെയുള്ള പയ്യനാണ്. നേരത്തെ പല കേസിലും പ്രതിയായിട്ടുള്ള കക്ഷിയും കൂടാണ്. അപ്പോൾ ഇങ്ങനെ ഇതിന് മുമ്പിട്ട് ഇവിടെ വരും. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഇതേപോലെ ഇവിടെ വന്ന് അക്രമമൊക്കെ കാണിച്ചിട്ട് പോയാണ്. അപ്പോൾ വീണ്ടും അതേ പടുതിക്ക് വന്നു. അന്നും അവനും അവൻ്റെ കൂടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവ ഒറ്റയ്ക്കാണ് വന്നിട്ട് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയാണ്. ഇവിടെ കണ്ടുകൊണ്ടിരുന്ന സാക്ഷികളുണ്ട്, നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത്രയും ബഹളം ഉണ്ടാക്കി കടയ്ക്കുണ്ടാക്കിയ നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ആ മേടിച്ച സിഗരറ്റിൻ്റെ പോലും പൈസ കൊടുക്കാതാണ് പോയേക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കടയിലെ പയ്യൻ്റെ ചെവിയുടെ ഇവിടെ ഇങ്ങനെ മുറിവ് പറ്റിയിട്ടുണ്ട്. അവനെ ഉപദ്രവിക്കുകയും കാര്യങ്ങളെല്ലാം അവൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. അന്നേരം ഇവിടെ കഴിക്കാനായിട്ട് ആൾക്കാരും ഉണ്ടായിരുന്നു. അവർ കണ്ടുകൊണ്ട് വരുന്നവരാണ്. അല്ല അങ്ങനെ കടയിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു. എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കനാണ്. അത് 10 മണി 12 മണി 2 മണി 3 മണി സമയത്ത് വരുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു 3 മണി സമയത്ത് ഇവിടെ വന്നിട്ട് ഓരോ പ്രശ്നം പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് പോയി. ഈ ജ്യൂസ് പൊട്ടിച്ചപ്പം ചില മാങ്ങ ജ്യൂസ് വരുമ്പം എയറുണ്ടാവും. മാങ്ങ ജ്യൂസിൻ്റെ അകത്ത് ഗ്യാസിൻ്റെ അകത്ത് എയറുണ്ടാവും. അത് പൊട്ടിക്കുമ്പോൾ എയറാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിടാ അത് എയറായിപ്പോയി, ഞാൻ എന്ത് ചെയ്യാൻ, അത് മാറിത്തരാം. അല്ല ഡേറ്റ് കംപ്ലയിൻ്റ് ഒന്നും അല്ലല്ലോ. ഇത് ഗ്യാസ് പൊട്ടിക്കുമ്പോൾ അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ അത് ഗ്യാസായി. ഞാൻ അതിന് പകരം പറഞ്ഞ് ഇടാൻ മാറിത്തരാം. അവൻ ഇവിടെ കിടന്ന് നല്ല ബഹളം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയി. ഇന്ന് അവൻ വന്നപ്പോൾ അവൻ സിഗരറ്റ് മേടിക്കാൻ ഞാൻ അവനോട് സിഗരറ്റിന് വില കൂടിപ്പോയി, ഇന്ന വിലയായി സിഗരറ്റിന്, എനിക്കത് തരാൻ പറ്റിയാലെന്ന് പറഞ്ഞ് അവൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. എൻ്റെ ദേഹത്ത് അങ്ങോട്ട് ചെവിയുടെ ഇവിടെ അതേ ബക്കറ്റ് വെച്ച് അടിച്ചു, തലക്കെട്ടടിച്ച്, തലയുടെ ഇതുവഴി ബ്ലഡ് വരുന്നു. ഈ കാണുന്ന ബക്കറ്റ് വെച്ചാണ് എന്നെ അടിച്ചത്. ഈ സാമാനം വെച്ചാണ് അവൻ എന്നെ അടിച്ചത്. ഇല്ല, അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. വല്ല മരുന്ന് കഴിക്കുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ബക്കറ്റ് വെച്ച് 3-4 അടി അടിച്ചു. ഞാൻ ആദ്യം മാന്യമായിട്ട് അവനോട് സംസാരിച്ചു. പിന്നെ അവൻ പ്രതികരിക്കാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിക്കണ്ടേ? അവൻ വെറുതെ ആവശ്യമില്ല ഉപദ്രവിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് 3-4 പ്രാവശ്യം ബക്കറ്റ് വെച്ച് അടിച്ചു. അവനെ കണ്ടില്ലേ, ചെവിയുടെ ഇവിടെ അടിച്ചു, തലയുടെ ഇതുവഴി ചോര വരുന്നു, ഇതെല്ലാ സൈഡിൽ കൂടെയും ചോര വരുന്നു. ഞാൻ എത്ര കാര്യങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നു. ആരുമായിട്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരുത്തം വന്നൊരു സുപ്രഭാതം ഇങ്ങനെ പെട്ടെന്നൊരു ഇതുണ്ടായ എന്ത് ചെയ്യും? ഒരു പ്രശ്നമില്ല, ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കോട്ടയത്തു നിന്ന് നമ്മളിവിടെ കച്ചവടം ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. അല്ല പിന്നെ എൻ്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയല്ലേ നമ്മൾ തേടി വരുന്നത്. ആരുമായിട്ട് ഒരു പ്രശ്നമില്ല, നമ്മൾ മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം വന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എങ്ങനെ ചെയ്യും? ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുന്നതായിട്ട് 10 വർഷമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെയുള്ളൊരു പ്രശ്നം ആദ്യമായിട്ടാണ്, ഇവനുമായിട്ട് ആദ്യത്തെ സംഭവം. 2 ദിവസം മുമ്പ് ഇതേ പ്രശ്നം പറഞ്ഞ് അവൻ ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. 3 ദിവസം മുമ്പ് അന്നേരം നമ്മൾ പോട്ടെ, പയ്യനല്ലേ അവൻ പോട്ടെ എന്ന് വീണ്ടും ഇത് തന്നെ വന്ന് ആവർത്തിച്ചാൽ എന്ത് ചെയ്യും? ഇവൻ്റെ ചേട്ടനെ എനിക്ക് നേരത്തെ മുതലേ പരിചയമുണ്ട്. അവർ പാവം മനുഷ്യൻ, അവനുമായിട്ട് നല്ലൊരു സ്നേഹമുണ്ട്. ആ ഒരു സഹകരണം കൊണ്ടാണ് ഇതിനുമായിട്ട് നമ്മൾ ഒരു ഇതിൽ പോകുന്നത്. ഞാൻ ഇതുവരെ ആരെയും അറിയിച്ചില്ല. നമ്മളിവിടെയുള്ള ആൾക്കാരിലൂടെല്ലാം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. നാട്ടുകാർക്ക് അത്യാവശ്യം ഇവിടെ ഉണ്ടായിരുന്നവരുടെ അത്യാവശ്യം പേർക്കെല്ലാം അറിയാം ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയെന്നുള്ളത്. അതിൻ്റെ അകത്ത് നാട്ടുകാരെല്ലാം വാണിംഗ് ചെയ്ത് വിട്ടാണ് ഇനി അലമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം വാണിംഗ് ചെയ്ത് വിട്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അവൻ മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കാൻ വേണ്ടി വന്നായിരിക്കും എന്ന് തോന്നുന്നു. ഈ ഒരു പേരും പറഞ്ഞു. പൈസ തന്നില്ല, പൈസ തരാതെ അവൻ അങ്ങ് പോയി. പൈസ ചോദിച്ചപ്പോഴാണ് വിഷയമായത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഈ വിഷയം. കാപ്പ് കുടിക്കാൻ വന്നവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു അവനോട് കാശ് കൊടുത്തിട്ട് പോടാ.
അവൻ അനാവശ്യ വാക്കുകളാണ് പറയുന്നത്. അത് ഞാൻ ചോദിക്കുന്നത് നിനക്ക് പൈസ തരത്തില്ല എന്നുള്ള ഒരു പൈസ നീ മേടിക്കാമെങ്കിൽ മേടിച്ചോ, പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് പോയത്. നേരത്തെ മുൻപരാഗം എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ഒരു മുൻപരിചയ വൈരാഗ്യം അവനോടില്ല. ഇനി അവൻ്റെ മനസ്സിൽ വല്ലതും ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ.